ഞാൻ ഇവിടെ പ്രൊട്ടക്ട് ചെയ്ത് ഈ 4 പേരുടെയും സേഫ്റ്റി നോക്കി ഞാൻ അത്രയ്ക്ക് സ്ട്രെസ് എടുത്തിട്ടുണ്ട്. ഹായ്. നാലുപേരെയും നോക്കി പ്രൊട്ടക്ഷൻ കൊടുത്ത് ഭയങ്കരമായിട്ട് ഞാൻ എന്തൊക്കെയായിട്ടുണ്ടെന്നാണ് അമ്മച്ചി പറയുന്നത്. എന്റെ പൊന്നമ്മച്ചി, മക്കളൊക്കെ വളർന്നു വലുതായി, നിങ്ങളുടെ കൺമുന്നിൽ നിന്ന് തന്നെ എന്തൊക്കെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഡ്രസ്സിങ്ങിനെ കുറിച്ചിട്ട് ചേട്ടായി ഒരു സൈഡിലൂടെ അതും പറയുന്നു, അതിന് വിപരീതമായി മക്കൾ ഈ സൈഡിൽ കൂടെ നടക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ കഴുകന്മാരിൽ നിന്നും കുറുക്കന്മാരിൽ നിന്നൊക്കെ അവർ സംരക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോയിരിക്കുമ്പോഴാണ് മക്കൾ ഈ രീതിയിൽ മുന്നോട്ട് പോയത് എന്നുള്ളതാണ്. കൊള്ളാം. പേളിമാണിയൊക്കെ ഒന്ന് കണ്ടുപഠിക്ക് ദിയമോളെ എന്നൊക്കെയാണ് ആളുകൾ കമന്റ് ചെയ്യുന്നത് കേട്ടത്. അപ്പൊ നിരന്തരമായിട്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ അമ്മ എന്നോ അമ്മായിമ്മ എന്നൊക്കെ വേണമെങ്കിൽ വിളിച്ചാൽ മതി, ഇതൊന്നും ജനങ്ങൾക്കൊരു ബുദ്ധിമുട്ടുള്ള കാര്യമില്ല. പക്ഷേ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് മദേഴ്സ് ഡേയിൽ വന്നിട്ട് ഇങ്ങനെ ഒരു ഡയലോഗ് അടിക്കുമ്പോൾ ജനങ്ങൾ എന്തായാലും അത് നോക്കുമല്ലോ. അത് കൂടാതെ സ്വന്തം അനുജത്തിയെ ഇപ്പൊ ആളുകൾ പൊങ്കാലിട്ട് തുടങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. നമ്മളെ ഹൻസിക മോളുടെ ഒരു ലീക്ക്ഡ് വീഡിയോ എന്നൊക്കെ പറഞ്ഞിട്ടൊരു സംഭവം വന്നിട്ടുണ്ടായിരുന്നു. അതായത് അവരുടെ സബ്സ്ക്രിപ്ഷൻ വീഡിയോ ആണ്. മനഃപൂർവ്വം അത് പുറത്തിട്ടാന്ന് അറിയാം, പക്ഷെ അതങ്ങ് കേറിക്കൊത്തി. കൃഷ്ണകുമാർ പറഞ്ഞ വാക്കുകൾ മക്കളെ മാന്യമായി വസന്തരിപ്പിക്കാൻ എനിക്കറിയാം, അങ്ങനെയാണ് ഞാൻ അവരെ വളർത്തിയത് എന്നുള്ള സാധനമൊക്കെ വെച്ചിട്ട് ആൾക്കാർ അങ്ങോട്ട് റിയാക്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അനുജത്തിയെ ഒന്ന് രക്ഷപ്പെടുത്തണം. അതിന് ഏറ്റവും നല്ല മാർഗം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ ഏറ്റവും കൂടുതൽ ആളുകൾ ഹെർട്ട് ആവുന്ന ഒരു കാര്യമാണ് അമ്മയെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെയാണല്ലോ, അതിന് സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെന്നുണ്ടെങ്കിൽ അമ്മയെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും നന്നായിട്ട് കൊള്ളും. ആ ഒരൊറ്റ കാര്യം വെച്ചുകൊണ്ട് ബെല്ലും ബ്രേക്കും ഇല്ലാത്ത നാക്ക് ഉപയോഗിച്ചുകൊണ്ട് ഡയലോഗ് അടിച്ച് ഏറിപ്പോയി. ഹൻസികയുടെ വിഷയങ്ങൾ ആളുകൾ മറന്നുപോയി, ചർച്ച ചെയ്യാതായി. ഇവിടെ അമ്മ എന്ന വിഷയം അങ്ങ് കത്തിപ്പോയി. അതാണ് സംഭവം. ഇപ്പൊ ജനങ്ങൾ പറയുന്നത് ദിയാകൃഷ്ണനൊക്കെ പേളിമാണിയെ കണ്ടു പഠിക്കണം എന്നുള്ളതാണ്. നമുക്ക് ആ വീഡിയോ ഒന്ന് പരിശോധിക്കാം. അതിനു മുന്നേ അമ്മച്ചി രംഗത്ത് വന്നിട്ടുണ്ട്, കാണാം. ഞാൻ ഇവിടെ പ്രൊട്ടക്ട് ചെയ്ത് ഈ 4 പേരുടെയും സേഫ്റ്റി നോക്കി ഞാൻ അത്രയ്ക്ക് സ്ട്രെസ് എടുത്തിട്ടുണ്ട്. എന്നുവെച്ചാൽ അവരുടെ ദേഹത്ത് ഒരാള് പോലും ഒരു റോങ് ആയിട്ടൊന്നും സ്പർശിക്കാതെ, അവരുടെ അടുത്ത് ആരും റോങ് ആയിട്ടൊന്നും ബിഹേവ് ചെയ്യാതെ, അതിന് എന്റെ ഈ കണ്ണും എന്റെ മനസ്സും ഓടി ഞാൻ തളർന്നിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ തളർന്ന് അവിടെ ഇരുന്ന സമയത്താവും പലപ്പോഴും പലതും നടന്നിട്ടുള്ളത് തോന്നുന്നു. പല വീഡിയോസ് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഇപ്പൊ ദിയാകൃഷ്ണയുടെ തന്നെ ഒരു പഴയ കാമുക ഉണ്ടല്ലോ, അവരുടെ വീഡിയോസ് നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ പല സംഭവങ്ങളും അങ്ങനെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്ത് ചെയ്യാനാണ്. അമ്മച്ചി ഒരുപാട് കഷ്ടപ്പെട്ട് അവരെ സേഫ് ആക്കാൻ ശ്രമിച്ചു. പക്ഷെ എന്താ ചെയ്യുക, എത്ര നല്ല ഫാമിലിയാണ് നോക്കിയല്ലേ. ഒരുപാട് കെയറിങ് കൊടുക്കുന്നുണ്ട് കേട്ടോ അവര്. കൃഷ്ണകുമാർ പറഞ്ഞതുപോലെ എന്റെ ഫാമിലി അതാണ് ഇതാണ്, മാന്യമായി വസ്ത്രം ധരിക്കാൻ അവർക്ക് അറിയാതെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു കൊടുത്തു. പക്ഷെ എന്ത് ചെയ്യാനാണ്, വിപരീതം. എന്തായാലും അമ്മച്ചി പറഞ്ഞ വാക്കിന് ദിയാകൃഷ്ണയുടെ തന്നെ ഒരു വീഡിയോ കാണാം. എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു അഖിൽ, പുള്ളിയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു ഇവൻ. അപ്പൊ അഖിലിനെ കാണാനായിട്ട് അഖിലും ഇവര് ഒരുമിച്ച് നിൽക്കുക. വേറെ ഞാൻ അഖിലിനെയും കെട്ടിപ്പിടിച്ച് അവിടെ ഫോട്ടോ എടുത്തോണ്ടിരിക്കുക. പക്ഷെ ഇവനെ ഞാൻ കണ്ട പോലും ഇല്ല ഇവിടെ. അഖിലിനെ കെട്ടിപ്പിടിച്ച് അവിടെ നിൽക്കുകയായിരുന്നു. പക്ഷെ മാതാവ് പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാനൊക്കെ നല്ലപോലെയാണ് വളർത്തിയെന്നുള്ളതാണ്. തൊട്ടപ്പുറത്ത് അശ്വിൻ ഉണ്ടായിരുന്നു അത്ര, ഇപ്പത്തെ കെട്ടിയോനെ. അതായത് ബെസ്റ്റ് ഫ്രണ്ടിന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് ഓൻ. ഈ ബെസ്റ്റ് ഫ്രണ്ട് ബെസ്റ്റ് ആക്കി അങ്ങ് ഒഴിവാക്കിയപ്പോ ആ ബെസ്റ്റ് ഫ്രണ്ട് കയറി വന്ന് ഇപ്പൊ അവന്റെ അവസ്ഥയാണ് കോമഡി എന്നുള്ളതാണ്. ഒരു നിലയും വിലയില്ലാതെ അങ്ങനെ കാണാം ഓരോ വീഡിയോയില്. അവനൊരു ട്രോഫിയുമായി വന്നൊരു വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അവൻ ട്രോഫിയുമായി വന്നിട്ട് ഇത് എന്തിനാ കിട്ടിയത് മോനെ എന്ന് ചോദിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. ഒരു വിലയില്ലാതൊരു മൂലൊക്കെ. അതും കൂടാതെ വാലായിട്ട് നടക്കുന്ന ഒരു അവസ്ഥ, ഒരുപാട് കമന്റ് കിടക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് ആ ഒരു കെട്ടിപ്പിടുത്തത്തിന്റെ സംഭവം ഒന്ന് കാണാം. ഇത്രേ ഉള്ളൂ, ചെറിയൊരു കെട്ടിപ്പിടുത്തം. പക്ഷെ അമ്മച്ചി വളരെ കഷ്ടപ്പെട്ട് വളരെ കെയർ ചെയ്തിട്ടാണ് മക്കളെ വളർത്തിയത്. എന്റെ പൊന്നമ്മച്ചി, എന്റെ അമ്മച്ചി ഇതൊന്നും കണ്ടില്ല. സോറി, നേരെ തിരിച്ച് കൃഷ്ണകുമാർ പറഞ്ഞിട്ടുണ്ട്, എന്റെ മകളുടെ പ്രണയങ്ങളൊക്കെ ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. ഒരു പിതാവിന്റെ അവസ്ഥ എന്റെ പൊന്നെ. ഞാൻ അവരെ ഓട്ടോയിൽ പോലും എടുത്തില്ലായിരുന്നു. അന്ന് മനസ്സൂരിനെ ഞാനാ കൊണ്ടുപോയി. 4 പേർക്കും 4 സ്വഭാവം തന്നെയാണ്. ഞാനതങ്ങനെ ഓവർ സ്ട്രിക്റ്റ് ആയിട്ടുള്ള പാരന്റ്സ് അല്ല. വെരി ഹാപ്പി വിത്ത് മൈ ഗേൾസ്. അതെ, വെരി ഹാപ്പി വിത്ത് മൈ ഗേൾസ്. ഇപ്പൊ പൊങ്കാലയാണ്, ഡെയിലി പൊങ്കാല. കൃഷ്ണകുമാറോട് സൈഡിലൂടെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. BJP എന്നും ചാണകം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഏറി കയറിയിട്ട് കുഴി കുത്തി കഞ്ഞിക്കുടി അങ്ങനെയൊക്കെ ഒന്ന് അടങ്ങിയപ്പോഴാണ് മക്കളൊരു സൈഡിൽ കൂടെ അങ്ങനെ തുടങ്ങിയെന്നുള്ളതാണ്. പെട്ടെന്ന് ഹൻസികയുടെ ഒരു വീഡിയോ വൈറലായി. അതും താഴ്ത്താൻ വേണ്ടിയിട്ട് നേരിട്ട് ദിയാകൃഷ്ണൻ ഇറങ്ങി.
അതൊന്ന് പൊന്തി കിടക്കുന്നുണ്ട്. ഗ്രാഫ് ഇങ്ങനെ കയറി ഇറങ്ങി ഇങ്ങനെ ബാലൻസ് ചെയ്തിട്ട് കയറിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, നല്ല അടിപൊളി ഫാമിലിയാണ് കേട്ടോ. പക്ഷെ എനിക്ക് കാണിക്കാനുള്ളത് മറ്റൊരു വീഡിയോ ആണ്. അതൊന്ന് കണ്ടോ നിങ്ങൾ. അമ്മായിമ്മ ഞാൻ അമ്മയായിട്ട് തന്നെ കാണുന്നത്. ഞാൻ എന്റെ അമ്മയായിട്ട് വഴക്കുണ്ടാക്കുന്ന പോലെ തന്നെ ഞാൻ അമ്മയുമായിട്ട് വഴക്കുണ്ടാക്കാറ്. ഞങ്ങൾ തമ്മിൽ ആദ്യമൊക്കെ ഈ പറയുന്ന പോലെ ഫുള്ളായിട്ട് ഒരു പോസിറ്റീവ് രീതിയിലായിരുന്നില്ല. ഞങ്ങളുടെ കല്യാണം തുടങ്ങിയത് അങ്ങനെ ആയിരുന്നില്ല. പക്ഷെ ഗ്രാജുവലി ഞങ്ങൾക്ക് രണ്ടുപേരും ഞങ്ങൾ അങ്ങോട്ട് കൊടുക്കുന്ന സപ്പോർട്ട് അറിയാം. ആൻഡ് ഈവൻ മാലിക്കിന്റെ സെറ്റിൽ അമ്മയായിരുന്നു എന്റെ കൂടെ. എന്റെ ഹോൾ ഷൂട്ടില് അമ്മയായിരുന്നു എന്റെ കൂടെ നിന്ന്. ഷി വാസ് വർക്കിംഗ് ആസ് എ ടീച്ചർ. അമ്മ ഒരു 30 വർഷം ടീച്ചറായിട്ട് വർക്ക് ചെയ്ത ആളായിരുന്നു. അമ്മ അതുപോലും വേണ്ടാന്ന് വെച്ചിട്ട് അമ്മ എന്റെ കൂടെ ഷൂട്ടിന് വന്നിട്ട്, അതായത് എന്റെ ഡെലിവറി റൂമിൽ അമ്മയായിരുന്നു ഉണ്ടായിരുന്നത്, ബാലേട്ടനായിരുന്നില്ല. അത് എന്റെ അമ്മയല്ല, എന്റെ അമ്മായിയമ്മയായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പം അമ്മയ്ക്ക് എന്റെ ലൈഫിലുള്ള സ്ഥാനം എന്ന് പറയുന്നത് എന്റെ അമ്മയെക്കാട്ടി മുകളിലോ ചിലപ്പോ അമ്മയോടൊപ്പം തന്നെ ആയിരിക്കും. ഒരിക്കലും നമ്മൾ അമ്മായിയും ഒരിക്കലും അമ്മയാവാൻ പറ്റത്തില്ല. കേട്ടില്ലേ? ഇതാണ് അമ്മായിയമ്മയെ അമ്മയായി കാണുന്ന ഒരുപാട് ആളുകൾ ഉണ്ട് എന്നുള്ളതാണ്. അവരൊക്കെ അഭിമാനത്തോടു കൂടി അത് പറയും. എന്റെ മകനെങ്ങാനും വളർന്നു വലുതായി മറ്റൊരാൾ അമ്മായി എന്ന് വിളിച്ചാൽ ഞാൻ തിരുത്തും എന്നാ പറഞ്ഞിട്ടുള്ളത്. അമ്മായി എന്ന വാക്കിന്റെ മൂല്യം അത് എത്രത്തോളം അവർ മനസ്സിലാക്കിയെന്ന് എനിക്കറിയില്ല. അത് മനസ്സിലാക്കിയതിന്റെ ഒരു തെറ്റായിരിക്കാം. പിന്നെ ഭയങ്കര സ്വാതന്ത്ര്യം കൊടുത്ത് വളർത്തിയാണ് വീട്ടുകാർ. തീർച്ചയായിട്ടും മാറ്റങ്ങൾ ഏത് മനുഷ്യനും വരുമല്ലോ എന്നുള്ളതാണ്. പേളി മാണിയുടെ ഒരു വീഡിയോ ഇത് നിങ്ങൾ കാണും. ഇത് സത്യം പറയുകയെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് സഹജീവികളെ സ്നേഹിക്കുക എന്നുള്ളതിന്റെ ഏറ്റവും ഉത്തമ ഉദാഹരണം എന്നുള്ളതാണ്. അമ്മയോടാണെന്നുണ്ടെങ്കിൽ കുടുംബത്തിനോടാണെങ്കിൽ എങ്ങനെ പെരുമാറുന്നു എന്ന് പോലും നോക്കണം. ദിയാകൃഷ്ണയുടെ പോലെ ആ ഒരു അഹങ്കാരത്തിന്റെ ധ്വനി ഒന്നും ഇവിടെ കാണാൻ കഴിഞ്ഞെന്ന് വരില്ല. ഒന്ന് കണ്ടോക്കി. എന്താ പറഞ്ഞത്? രഞ്ജുയുടെ കഴുത്തിലിടാനോ? എന്റെ മാലയാ അത്. എങ്ങനെ കഴുത്തിലിട്ടോന്ന്? ഇത് എനിക്ക് തോന്നുന്നു എനിക്കറിയത്തില്ല. അതെ, നോക്കട്ടെ. ഇഷ്ടായോ? ഇതേ വെളിച്ചത്തിൽ നിന്നേ നോക്കട്ടെ. നല്ല മാല കേട്ടോ. ഇത് ആക്ച്വലി എനിക്ക് എന്റെ എല്ലാ മോഡേൺ ഡ്രസ്സിന്റെ കൂടെയും നല്ല മാല. എങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ, ഇത് രഞ്ജുയുടെ മാലയാ. അച്ഛാ എനിക്ക് ഗോൾഡ് വേണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നാ? അവളിങ്ങനെ അവള് പ്രതീക്ഷിച്ചില്ല. ശരിക്കും നല്ല രസമില്ല? അവൾക്ക് ചേരുന്നില്ലേ? വൺ മോർ തിങ് ഉണ്ട്, ഇത് നിനക്കാണ്. 2 വർഷത്തോളമായിട്ട് തന്റെ ഫാമിലിയെ പോലെ തന്റെ കൂടെ നിൽക്കുന്ന തന്റെ മക്കളെ നോക്കുന്നു, തന്നെ നോക്കുന്നു. ഒരു വീട്ടുജോലിക്കാരി എന്ന രീതിയിലല്ല അവർ പരിഗണിച്ചതെന്ന് നോക്കണം. അതാണ് സ്നേഹം. ഈ വീടിന്റെ അടി വന്ന കമന്റുകൾ കൂടി ഞാൻ വായിച്ചു തരാം. അതിനു മുന്നേ ഈ ക്ലിപ്പും കൂടി ഒന്ന് കാണും നിങ്ങൾ. 2 വർഷമായിട്ട് എന്റെ കൂടെയുള്ള എന്നെയും നിത്തു ഞങ്ങളുടെ ഫാമിലിയുടെ കൂടെയുള്ള എന്റെ അനിയത്തിയാണിത്. സോ എന്റെ അനിയത്തിക്കുള്ള ഒരു ഗിഫ്റ്റ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. എന്നുവെച്ചാൽ എനിക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ ലൈഫിലെ നമ്മളെ ഫ്രണ്ട്സ് പോലെയാണ് ഇവരെനിക്ക്. അപ്പോൾ ഏറ്റവും കൂടുതൽ എൻ്റെ കൂടെ നിൽക്കുകയും എൻ്റെ മുഖം വാടിയാൽ പോലും ഒരു ചായ തരും, അങ്ങനത്തെ ഒരാളാണ്. അവർക്കറിയാം എന്താണ് എനിക്കും എൻ്റെ പിള്ളേർക്കും എല്ലാവരുടെ കാര്യങ്ങളും. അതുകൊണ്ട് യു ആർ ലൈക്ക് എ ഫാമിലി മെമ്പർ ടു മീ. അതുകൊണ്ട് ഞങ്ങളൊരു ബർത്ത്ഡേ അങ്ങനെ ഒന്നുമില്ല, ജസ്റ്റ് എ നോർമൽ ഡേ, ബട്ട് വാണ്ടഡ് ടു ഗിവ് യു. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഇതാണ് സ്നേഹം. ഇങ്ങനെയാണ് ആളുകൾ പെരുമാറുക. ഇതൊന്നും ഞാൻ പറയുന്നതല്ല, കമന്റ് ആണ്. പേളിമാണിയുടെ വീഡിയോന്റെ അടിയിൽ വന്ന കമന്റ് ആണ്. ഇതാണ് വളർത്തു ഗുണം. അല്ലാതെ സ്നേഹമുള്ള അമ്മയെ പോലും വഴിയെ പോകുന്നവരെ ഒന്നും അമ്മ എന്ന് വിളിക്കില്ല എന്ന് പറഞ്ഞ ടീംസിനെ പോലെയല്ല പേളി ചേച്ചി. ശ്രീനിയേട്ടന്റെ അമ്മയെയും അവരുടെ റിലേറ്റീവ്സിനെയും എന്തൊരു കരുതലോടെയും സ്നേഹത്തോടെയുമാണ് ചേച്ചി ട്രീറ്റ് ചെയ്യുന്നത്. അവരുമായുള്ള എല്ലാ വ്ളോഗിലും അത് കാണാൻ പറ്റുന്നുണ്ട്. യു ആർ ഗ്രേറ്റ്. ആരുമല്ലാതിരുന്നിട്ടും കൂടി മറ്റുള്ളവരെ സ്നേഹിക്കാനും മനസ്സിലാക്കാനുമുള്ള മനസ്സുണ്ടല്ലോ, ഇനി ഉയരങ്ങളിലെത്തും. സ്വന്തം ഭർത്താവിന്റെ അമ്മയെ പോലും അമ്മ എന്ന് വിളിക്കാത്ത സോ കോൾഡ് ഇൻഫ്ലുവൻസേഴ്സിന്റെ കാലത്ത് ബേബി സെറ്ററിനെ കൂടപ്പിറപ്പായി കാണുന്ന ചേച്ചി ഒരു മാലാക തന്നെ. ക്ലാസ് ആൻഡ് കൾച്ചർ എന്നൊക്കെ പറയുന്നത് ഒരിക്കലും കയ്യിലുള്ള കാശും അതുപോലെ യൂറോപ്യൻ ട്രിപ്പ് പോകുന്നതൊന്നുമല്ല, നമ്മുടെ ചുറ്റുപാടുമുള്ള ആളുകളെ പരിഗണിക്കാൻ പഠിക്കുന്നതാണ്.
കഴിഞ്ഞ വീക്കിൽ കൃഷ്ണകുമാറിന്റെ മകൾ ഓസി പല വിവരക്കേട് വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവൾക്ക് പൈസയുടെ അഹങ്കാരമാണ്, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ അവൾ വിളിച്ചു പറയുന്നത്. ഇതാണ് പേളി മാണിയെ മറ്റുള്ളവരിൽ നിന്നും വളരെ വ്യത്യസ്തമാക്കുന്നത്. ഈ ഒരു മനസ്സ്, സ്വന്തമല്ലെങ്കിലും കൂടപ്പിറപ്പായി കാണാനുള്ള ആ ഒരു മനസ്സ്, അത് ആർക്കും കിട്ടുകയില്ല. ഈ ഒരു സ്വഭാവം ഒരിക്കലും മാറ്റരുത്. ലൈഫിലും ഇങ്ങനെ തന്നെ ആവണം. ഇതുകൊണ്ടാണ് പ്രേക്ഷകർക്ക് ഒരുപാട് പേളിയെ ഇഷ്ടം. ആ ദിയയൊക്കെ കണ്ടുപഠിക്കുക. അറ്റ്ലീസ്റ്റ് വായിൽ നിന്ന് വീഴുന്ന ചില വാക്കുകൾ എങ്ങനെ സംസാരിക്കണമെന്നും കണ്ടും കേട്ടും തന്നെ പഠിക്കണം എന്നുള്ളതാണ്. ഒരുപാട് ആളുകൾ ഈ വിഷയത്തിൽ ദിയ കൃഷ്ണയെ വലിച്ചിഴക്കുന്നുണ്ട് എന്നുള്ളതാണ്. എനിക്ക് പേളിമാണിയുടെ വീഡിയോ അന്ന് മുതൽ ഇടക്കൊക്കെ കാണാറുണ്ട്. അത് കാണുമ്പോൾ തന്നെ ഇവർ ഭയങ്കര റെസ്പെക്ട്ഫുള്ളിയാണ് ആളോട് സംസാരിക്കുന്നത്, വ്യക്തമായി മനസ്സിലാവുന്നുണ്ട്. അമ്മയോട്, അമ്മായിമ്മയോട്, കൂട്ടുകാരോട്, വേണ്ടപ്പെട്ടവരോട് ആ വീഡിയോയിലൂടെ കാണുന്നതൊക്കെ പോസിറ്റീവാ. എന്നാൽ ദിയയുടെ വീഡിയോയിലൂടെ അഹങ്കാരം പുറത്ത് കാണാം, റെസ്പെക്ട് ഇല്ലായ്മ കുറെ കാണാം. ഭർത്താവിനെ ഏത് രീതിയിലാണ് അവര് കാണുന്നതെന്ന് വ്യക്തമായിട്ട് കാണിച്ചു തരുന്നുണ്ട്. എന്നിട്ടും അവൻ അത് മനസ്സിലാവുന്നില്ല. എന്തെങ്കിലുമൊക്കെ ആവട്ടെ, എന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് ഇവൻ. എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ബെസ്റ്റി ആയിരുന്നു, അവൻ പോയി. അപ്പൊ അവന്റെ ബെസ്റ്റ് ഫ്രണ്ട് ഇങ്ങ് വന്ന്. നിങ്ങൾ തന്നെ അഭിപ്രായം പറയണം കേട്ടാ. പേളിമാണിയും വെച്ചിട്ട് ദിയാകൃഷ്ണനെ കമ്പയർ പോലും ചെയ്യാൻ കഴിയില്ല എന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. കാരണം അത് വേറെ, ഇത് വേറെ എന്നുള്ളതാണ്. കൃഷ്ണകുമാർ എന്നുള്ള ആ ഒരു പേരോട് കൂടിയിട്ടാണ് ഇവരൊക്കെ രംഗത്ത് വരുന്നത്. ആ ഒരു പേരില്ലെങ്കിൽ ഇവരെവിടെ കിടക്കുന്ന എല്ലാവർക്കും അറിയാമല്ലോ. അയാളുടെ വിലയും പോലും ഇല്ലാണ്ടാക്കിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അയാൾ പണ്ട് പറഞ്ഞ എല്ലാ വീഡിയോസും ഇവിടെ സോഷ്യൽ മീഡിയയിൽ കിടക്കുന്നുണ്ട്. കുത്തിപ്പൊക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആളൊക്കെ കുടുങ്ങിപ്പോവും. ഒരു റിയാക്ഷനും ഈ സംഭവത്തിന് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അമ്മ എന്ന് വിളിക്കുന്ന എന്ത് തെറ്റാണ് മോളെ ഉള്ളതെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ അവരെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഇനി നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. വീണ്ടും വരെ പുതിയ വാർത്താവിശേഷങ്ങളുമായി സന്ദീപ് എടപ്പാൾ സൈനിങ് ഓഫ്.